നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കുന്ന വിഷു വന്നെത്തുകയാണ്. എന്നാൽ വിഷുവിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വിഷുവിന് മുൻപ് വളരെയധികം നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ അഥവാ സ്വന്തമാക്കുവാൻ സാധിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. രോഹിണി നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ ഒരു സമയമാണ് വിഷുവിന് മുൻപുള്ള ഈ ദിവസങ്ങൾ. ചിലവാക്കിയ പണം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ പണം പോലും ഇരട്ടിയായി തന്നെ തിരികെ ലഭിക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. എന്നാൽ ഈ സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ചില വിശേഷപ്പെട്ട വസ്തുക്കൾ സ്വന്തമാക്കുവാനോ സമ്മാനങ്ങൾ ലഭിക്കുവാനോ സാധ്യത കൂടുതലുള്ള സമയം. അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കും. തൊഴിലിൽ ഉയർച്ച നേടുവാനും കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം ഇരട്ടിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെയും ഗുരുവായൂരപ്പനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് എന്ന് പറയാം. ഭരണി നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ഒരു സമയം. ഈ സമയം വീട്ടിലേക്ക് തിരികെ എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന സമയം. കഴിവുകളിൽ വിശ്വാസം വർദ്ധിക്കുന്നതായ സമയം. വീട് വിട്ട് നിൽക്കേണ്ടതായ വ്യക്തികൾക്ക് തിരികെ വീടുകളിലേക്ക് വരുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയുണ്ട്. കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ചെലവ് നിർത്തുവാൻ സാധിക്കണം എന്നില്ല. ചെലവ് അല്പം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ വീടുകളിൽ സന്തോഷം നിറയുന്നതായ സമയമാകുന്നു. വീട്ടുകാരുടെ പല ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം അനുകൂലമാകുന്ന സമയം എന്ന പ്രത്യേകതയും ഉണ്ട്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതാകുന്നു. ഈ സമയം പല ആശങ്കകളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. വിഷുവിന് മുൻപ് സൗഭാഗ്യം തേടിയെത്തുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ദോഷഫലങ്ങൾ ഒഴിവായി പോകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. അച്ഛനും അമ്മയുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷം ജീവിതത്തിൽ വളരെയധികം വന്നു ചേരുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. പല കാര്യങ്ങളിലും ആശങ്ക ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത്. ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും സ്വന്തമാക്കുവാനും ഈ സമയം സമ്മാനങ്ങൾ നേടുവാനും സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. കൂടാതെ ജോലിയിൽ ഉയർച്ച നേടുക, ജോലിയുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ പോലും നികത്തുവാൻ സാധിക്കുന്ന രീതിയിൽ ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനുള്ള വഴികൾ തുറക്കപ്പെടാം. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും അന്യദേശത്തു നിന്നും
നാട്ടിലേക്ക് തിരികെ എത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മാനസികമായ സമ്മർദ്ദങ്ങൾ പോലും അതിജീവിക്കുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം ഭാഗ്യം കൂടി നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പല വഴികളിലൂടെയും കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ധനപരമായ ചെലവുകൾ വർദ്ധിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം. ഗുണഫലങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയം. ചില കാര്യങ്ങളിൽ ആശങ്കകൾ, വിഷമങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ ഉന്നത അധികാരികളിൽ നിന്നോ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. എന്നാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അനാവശ്യമായി ഒരു കാര്യത്തിലും ഈ സമയം ഇടപെടാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാകുന്നു. കൂടാതെ ഈ സമയം പ്രതിസന്ധികളും തർക്കങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വാഹനങ്ങൾ സ്വന്തമാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വില കൂടിയ കാര്യങ്ങളോ അല്ലാത്തതോ ആയ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾ തീർച്ചയായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കുകയോ അല്ലെങ്കിൽ കടം തിരികെ വീട്ടുവാനോ അല്ലെങ്കിൽ സമയം കിട്ടുകയോ ചെയ്യാവുന്നതാണ്. സാവകാശം പോലും ലഭിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം കൊടുത്ത കടം തിരികെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. നഷ്ടങ്ങൾ പോലും നികത്തുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം. ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയം. സമ്മാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഭാഗ്യം തുണയ്ക്കും എന്ന കാര്യവും ഓർക്കുക. സന്താനങ്ങൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. സമയം അനുകൂലം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ദോഷഫലങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ദോഷഫലങ്ങൾ അകറ്റുവാനും ലാഭം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. എന്നാൽ ചെലവ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരുവാൻ സാധ്യതയുള്ള സമയമാണ്. ധനപരമായ അല്പം നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചെലവ് വർദ്ധിക്കുന്നത് പോലുമുള്ള ധനനഷ്ടങ്ങൾ സംഭവിക്കാം. എന്നിരുന്നാലും ധനം പല വഴികളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. യാത്രകൾക്ക്, സന്തോഷകരമായ യാത്രകൾക്ക് സാധ്യത കൂടുതലാണ്. കൂടാതെ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ധനം കൈകളിൽ വർദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. പ്രതികൂലമായ കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. നെഗറ്റീവായ കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്നുകൂടി പരാമർശിക്കാം.
സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ഈ സമയം ധനപരമായി ചെലവ് വർദ്ധിക്കുന്നതാണ്. കൈകളിലെ ധനം ചെലവുമായി ബന്ധപ്പെട്ട് കുറയുവാൻ സാധ്യത കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ ചെലവുകൾ പോലും പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും പല വഴികളിലൂടെയും ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. എന്നിരുന്നാലും ചെലവുകൾ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സന്തോഷം വർദ്ധിക്കും. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ യാത്രകൾ ചെയ്യേണ്ടതായി വരും. വീട്ടിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. കൂടാതെ ഈ സമയം തീർച്ചയായും ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നിങ്ങൾക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ പോലും തീർക്കുവാൻ സാധിക്കുന്ന വിധം കച്ചവടം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ആരെയും വിശ്വസിച്ച് പൂർണ്ണമായും ഒരു കാര്യം ഏൽപ്പിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യസമയമാണ് എന്ന് തന്നെ പറയാം. വിലപിടിപ്പുള്ളതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കാം. സമ്മാനങ്ങൾ പോലും ലഭിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക.